ഇന്ത്യയുടെ സാമ്പത്തിക സംവിധാന ക്രമത്തെ കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടവിഹാരം നടത്താൻ പാകത്തിൽ മുച്ചൂടും നശിപ്പിച്ച കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ചെയ്തികളോട് ഭാരതത്തിൽ കരുത്താർന്ന പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് നമ്മുടെ കർഷക ജനസാമാന്യമാവുന്നു. ത്യാഗനിർഭരമായ സമരാന്തരീക്ഷങ്ങൾ ഒരുക്കിക്കൊണ്ട് നരേന്ദ്രമോദി ഭരണകൂടത്തെ നേരിട്ടു തന്നെ വെല്ലുവിളിക്കാനും നിശിതമായി വിമർശിക്കാനുമായത് കർഷക പ്രസ്ഥാനങ്ങൾക്കാണ്. 2018 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും കാൽനടയായി യാത്ര തിരിച്ച് 180 കിലോമീറ്റർ അകലെയുള്ള മുംബൈ നഗരത്തിലെത്തിയ കിസാൻ ലോങ് മാർച്ച് അപൂർവതകളേറെയുള്ള കാർഷിക കലാപമാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ 30,000 പേരുണ്ടായിരുന്നു. മുംബൈയിൽ ഇത് അവസാനിക്കുമ്പോൾ 100,000-ഓളമായത് വളർന്നു. അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ചുവന്ന കൊടികളും ചുവന്ന തൊപ്പികളുമായി കർഷക പോരാളികൾ സഞ്ചരിച്ചു. കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താനും ആദിവാസികൾക്ക് കൃഷിയിടം അവകാശമാക്കാനുമുള്ള പുരോഗമന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കർഷകർക്കൊപ്പം ആദിവാസികളും കൂടിച്ചേർന്ന കിസാൻ ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. നിരന്തരം സമരവും പ്രതികരണവും കൊണ്ട് സമ്പന്നമാണ് 2020 സെപ്റ്റംബറിൽ ആരംഭിച്ച ഐതിഹാസിക കാർഷിക പ്രക്ഷോഭം എന്ന് കാണാം. പ്രാദേശിക പ്രതിഷേധങ്ങളുടെ പരിമിത വൃത്തത്തിൽ നിന്ന് ദേശീയമായ പ്രതിരോധത്തിന്റെ വിശാല പ്രസ്ഥാന രൂപത്തിലേക്ക് സമരാന്തരീക്ഷം പരിവർത്തിക്കപ്പെടുകയുണ്ടായി. 40ഓളം കർഷക സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് സംയുക്ത കിസാൻ സഭയായിരുന്നു പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ദില്ലി ചലോ എന്ന് പേരിട്ട ഈ കാർഷിക കലാപം ഉപരോധങ്ങളും പണിമുടക്കങ്ങളുമായി പടർന്നു പന്തലിക്കുകയായിരുന്നു. ഹരിയാനയിലെയും പഞ്ചാബിലെയും UP-യിലെയും എല്ലാം കർഷക കൂട്ടങ്ങൾ മോദി ഭരണകൂടത്തിന്റെ ബാരിക്കേഡുകളെ സധീരം ഭേദിച്ച് ഡൽഹിയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മണ്ടികളും താങ്ങുവിലയും ഇല്ലാതാവുന്നതിനെതിരെയായിരുന്നു മുഖ്യ മുദ്രാവാക്യമുണ്ടായിരുന്നത്. കോർപ്പറേറ്റുകൾ ഫാമിങ്ങിൽ ഇടപെടുന്നതോടെ ചെറുകിട കർഷകർ അവഗണിക്കപ്പെടുമെന്ന മുന്നറിയിപ്പും ഈ സമരം നൽകി. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടി വരുന്ന ചെറുകിട കർഷകരുടെ ദയനീയാവസ്ഥകളെയും ദില്ലി ചലോ മാർച്ച് അഭിസംബോധന ചെയ്തു. പാർലമെന്റിൽ വേണ്ടത്ര ചർച്ച ചെയ്യാതെ പാസാക്കിയ 3 കാർഷിക ബില്ലുകളോടുള്ള സന്ധിയില്ലാ സമരമായിരുന്നു അത്. കർഷകർക്കൊപ്പം തൊഴിലാളികളും അണിചേർന്നു എന്നതാണ് ഈ പോരാട്ടത്തിന്റെ മുഖ്യ സവിശേഷതയെന്ന് നാം മനസ്സിലാക്കണം. പിന്നീടുള്ള കാലയളവിലും സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്നും പിന്മാറാനും താങ്ങുവിലയടക്കമുള്ള നിയമനിർമ്മാണങ്ങൾക്ക് തയ്യാറാവാനും കേന്ദ്ര ഭരണകൂടത്തോട് വിമർശനാത്മകമായി ആവശ്യപ്പെടുന്ന ത്യാഗോജ്വല സമരങ്ങളുടെ തീച്ചൂളയിലാണ് ഇന്ത്യൻ കർഷക പ്രസ്ഥാനങ്ങളുള്ളതെന്ന് നമുക്ക് കാണാം.